ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് ഹൃദ്രോഗത്തെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെയാണ്. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ യഥാർത്ഥ കാരണം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം പ്രശസ്തരായിട്ടുള്ള പല കാർഡിയോളജിസ്റ്റുകളും ഹൃദ്രോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റുകൾ പൊതുവെ ഹൃദ്രോഗത്തിന് നിർദ്ദേശിക്കുന്ന ഒന്നാണ് ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത്. ആൻജിയോപ്ലാസ്റ്റി പലതവണ ചെയ്തിട്ടും ആളുകൾ വീണ്ടും വീണ്ടും അറ്റാക്ക് വരുന്നുണ്ട്. സ്ഥിരമായ ആസ്പിരിൻ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കെ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മാനസിക സമ്മർദ്ദം എന്നുള്ളത്. ഈ മാനസിക സമ്മർദ്ദം നമ്മൾ എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുമെന്നറിയില്ല. അതായത് നമ്മുടെ ഉള്ളിലുള്ള വികാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ഭയം എന്നുള്ളത്. ഭയവും ദേഷ്യവും പ്രധാനപ്പെട്ട ഒരു ഇമോഷനാണ്. ഈ രണ്ട് ഇമോഷനെ സപ്രസ് ചെയ്യുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഹാർട്ട് അറ്റാക്കുകൾ ഇത്ര വർദ്ധിക്കുന്നില്ല. കുഴഞ്ഞു വീണുള്ള മരണങ്ങളും വർദ്ധിക്കാതെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ രണ്ട് ഇമോഷൻ വളരെയധികം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ കുഴഞ്ഞു വീഴാതെ നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഹാർട്ട് അറ്റാക്ക് വന്ന് സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നവർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആദ്യ ക്ലാസ് ഈ 12-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന സന്തോഷ വിവരം എല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിൽ നിങ്ങൾ കിട്ടുന്ന ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാനും നിങ്ങളുടെ ശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.